ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ഈ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലായി ദൈവീ സമ്പത്തിന് ഉടമയായ സാധകനിൽ തെളിഞ്ഞു കാണുന്ന 26 ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞു. ഇനി ആസുരീ സമ്പത്ത് എന്താണെന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 4-ാമത്തെ ശ്ലോകം. ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരിം. പാർത്ഥ, അർജുന, ദംഭം സ്വയം സദ്വൃത്തനാണ് എന്ന് നടിക്കുക. ദർപ്പം ധനം, വിദ്യ എന്നിവ കൊണ്ടുള്ള ഗർവ്. അഭിമാനഃ ച സ്വന്തം സാമർഥ്യങ്ങളെ സ്വയം മാനിക്കുക അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കുക. ക്രോധഃ കോപം. പാരുഷ്യം ച പരുഷഭാഷണം ചെയ്യുക. അജ്ഞാനം വിവരക്കേട്. ഏതാനി ഏവ ഇവയെല്ലാം തന്നെ ആസുരീ സമ്പദം ആസുരിയായ സമ്പത്തിനെ അഭിജാതസ്യ ഭവന്തി പ്രാപിക്കാൻ പറ്റിയ വിധം ജനിച്ചവന് ഉണ്ടാകുന്നു. ഇല്ലാത്ത ഗുണങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് നടിക്കുകയും ധനം, വിദ്വത്വം, സ്വജനശ്രേഷ്ഠത എന്നിവയിൽ നിന്നുള്ള ഗർവ്, അഭിമാനം, ദേഷ്യം, കാഠിന്യം, അവിവേകം മുതലായവയെല്ലാം ആസുരീ സമ്പത്തിന് അവകാശിയായവനിൽ തെളിഞ്ഞു കാണാം. ആസുരീ സമ്പത്തിനെ, ദുർഗുണങ്ങളുടെ കലയെപ്പറ്റി ഉപദേശിക്കുന്ന ഭാഗമാണ് ഇത്. ദംഭം, ദർപ്പം, അഭിമാനം, കോപം, പരുഷഭാഷണം, വിവരക്കേട് ഇവ 6 ആ ദുർഗുണങ്ങൾ. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചവന് ഈ ദുർഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ദംഭം എന്നാൽ തനിക്ക് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിക്കലാണ്. അവർ പുറമേ പ്രകടിപ്പിക്കുന്ന സദ്ഗുണങ്ങളൊക്കെ വെറും അഭിനയം മാത്രമാണ്. ദർപ്പം എന്നാൽ സമ്പത്ത്, വിദ്വത്വം, ബന്ധുക്കൾ എന്നിവയെല്ലാം ചൊല്ലിയുള്ള ഗർവാണ്. അഭിമാനം എന്നാൽ ഇവിടെ അതിമാനം എന്നാണ് അർത്ഥമാക്കേണ്ടത്. സ്വന്തം സാമർഥ്യങ്ങളെ ചൊല്ലി സ്വയം പൊങ്ങച്ചം പറയുക, താൻ അത്യധികം പൂജ്യനാണ് എന്ന് കരുതുക എന്നെല്ലാമാണ് ഈ വാക്കിന് അർത്ഥം. ക്രോധം എന്നാൽ ദേഷ്യം, തനിക്ക് ഹിതമല്ലാത്തതിനോട് പകരം ചെയ്യുന്ന സ്വഭാവം. പാരുഷ്യം എന്നാൽ പരുഷവാക്കുകൾ പറയുന്ന രീതി, മറ്റുള്ളവരെ പുച്ഛിക്കൽ, അന്യനെ വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ സംസാരിക്കുക. 6-ാമതായി പറയുന്നത് അജ്ഞാനം, വിവേകപരമല്ലാത്ത ജ്ഞാനം. എന്ത് ചെയ്യാമെന്നും എന്ത് ചെയ്യരുതെന്നും തിരിച്ചറിയാനാവാത്ത മിഥ്യാബോധം. ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ അജ്ഞാനത്തിൽ നിന്നാണ്. അവന് സ്വസ്വരൂപത്തെ അറിയില്ല, ലോകവുമായി ശരിയായ ബന്ധം പുലർത്താനും ആവുന്നില്ല. അങ്ങനെ അഹങ്കാരിയും സ്വാർത്ഥിയുമായി മാറുന്ന അയാൾ തൻ്റെ ഇച്ഛയ്ക്കൊത്ത് മറ്റുള്ളവർ പെരുമാറണം എന്ന് ശഠിക്കുന്നു. പരിഹാസ്യമായ രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞ ദൈവീ സമ്പത്തിന് നേർവിപരീതമാണ് ആസുരി സമ്പത്ത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം എന്ത് എന്ന് പറയുന്ന ശ്ലോകം നോക്കാം. 5-ാമത്തെ ശ്ലോകം. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായാസുരീമത മാശുജ സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. ദൈവീ സമ്പദ് വിമോക്ഷായ, ദൈവീ സമ്പത്ത് മോക്ഷത്തിനും, ആസുരീ സമ്പത്ത് നിബദ്ധായ, ആസുരീ സമ്പത്ത് ബന്ധത്തിനും ഉള്ളതാണെന്ന് മത അറിവുള്ളവരാൽ സമ്മതിക്കപ്പെട്ടിരിക്കുന്നു. പാണ്ഡവ, അല്ലയോ അർജുന, ത്വം നീ, ദൈവീം ദേവിയായ, സമ്പദം സമ്പത്തിനെ, അഭിജാതഃ അസി നേടത്തക്ക വിധം സൽക്കുലജാതനാകുന്നു. തതഃ അതുകൊണ്ട്, മാ ശുച നീ വ്യസനിക്കേണ്ട. ദൈവീ പ്രകൃതം മോക്ഷത്തിനും ആസുരപ്രകൃതം ബന്ധനത്തിനും കാരണമാകുന്നു. ഹേ പാണ്ഡവ, നീ ദുഃഖിക്കേണ്ടതില്ല. എന്തെന്നാൽ
നീ ദൈവീക പ്രകൃതമായ ഭഗധേയത്തോടുകൂടി ജനിച്ചവനാകുന്നു. ഇവിടെ 2 തരം സമ്പത്തുക്കളെക്കുറിച്ച് പറഞ്ഞല്ലോ. അവയിൽ ദൈവീ സമ്പത്ത് മോക്ഷകാരണമാണ്. മോക്ഷമാണ്, ബന്ധമുക്തിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. സകലവിധ സംസാര ബന്ധങ്ങളിൽ നിന്നും അങ്ങേയറ്റം മോചിപ്പിക്കുക എന്നതാണ് ദൈവീ സമ്പത്തിൻ്റെ പ്രയോജനം. എന്നാൽ ആസുരീ സമ്പത്താകട്ടെ ബന്ധകാരണമാകുന്നു. ലൗകിക ബന്ധവും അതിൽ നിന്നുണ്ടാകുന്ന സർവ്വവിധ ദുഃഖങ്ങളെയും ആസുരീ സമ്പത്ത് ഉണ്ടാക്കും. ഭഗവാൻ അർജുനനോട് പറയുന്നു, അർജുന, നീ ജനിച്ചിരിക്കുന്നത് സജ്ജനങ്ങളുടെ വംശത്തിലാണ്. ദൈവീ സമ്പത്ത് നേടാൻ നിനക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നീ സങ്കടപ്പെടരുത്. ആത്മസ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നവൻ ആസുരീ സമ്പത്തിനെ വർജിക്കാനും ദൈവീ സമ്പത്തിനെ ആർജിക്കാനും പരിശ്രമിക്കണം. അജ്ഞത ബാധിച്ച സജ്ജനം തന്നെയാണ് ദുർജനം. അജ്ഞാനം നീങ്ങിയാൽ ദുർജനം സജ്ജനമായി മാറും. ആസുരഭാവമുള്ളവനിലും പരമാത്മ ചൈതന്യമുണ്ട്. അജ്ഞതയും മിഥ്യാധാരണയും അതിനെ മറച്ചു പിടിക്കുന്നു എന്ന് മാത്രം. ഭഗവാൻ തുടരുന്നു. 6-ാമത്തെ ശ്ലോകം. ദ്വൗ ഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. അസ്മിൻ ലോകേ, ഈ ലോകത്ത്, ഭൂതസർഗൗ, ഭൂതസൃഷ്ടികൾ അതായത് ജീവികൾ, ദൈവഃ ദൈവമെന്നും ആസുരഃ ആസുരമെന്നും, ദ്വൗ ഏവ 2 വക മാത്രമേയുള്ളൂ. ദൈവഃ ദൈവസൃഷ്ടിയെക്കുറിച്ച് വിസ്തരശഃ വിസ്തരമായിട്ട് പ്രോക്ത പറയപ്പെട്ടു. പാർത്ഥ, ഹേ അർജുന, ആസുരം അസുര സൃഷ്ടിയെപ്പറ്റി മേ ശൃണു എന്നിൽ നിന്നും നീ കേട്ടാലും. അർജുന, ഈ ലോകത്തിൽ ദൈവമെന്നും ആസുരമെന്നും 2 തരം മനുഷ്യ സൃഷ്ടികളുണ്ട്. ദൈവീ സമ്പത്തോടു കൂടിയവരെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറഞ്ഞല്ലോ. ആസുരീ സമ്പത്തോടു കൂടിയവരെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇനി കേട്ടോളൂ. ഇതിനു മുമ്പ് 9-ാം അധ്യായത്തിൽ 3 തരം പ്രകൃതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവീകം, രാക്ഷസം, ആസുരം എന്നിങ്ങനെ 3 പ്രകൃതികൾ. ഇവിടെ രാക്ഷസ പ്രകൃതിയെ ആസുര പ്രകൃതിയിൽ തന്നെ ഉള്ളതായി കൽപ്പിച്ച് 2 വിധത്തിൽ മാത്രമായി പറയുകയാണ്. പ്രജാപതിയുടെ സന്താനങ്ങൾ 2 വിധത്തിലാകുന്നു, ദേവന്മാരും അസുരന്മാരും എന്നാണ് ഉപനിഷത് വാക്യം. ഈ ലോകത്തിൽ, സംസാരത്തിൽ സർവസൃഷ്ടികളെയും യുക്തിപൂർവം ഈ 2 വിധത്തിൽ തരംതിരിക്കാം, ദൈവീകമെന്നും ആസുരമെന്നും. ദൈവീ സമ്പത്തിലെ 26 ധർമ്മങ്ങൾ വിശദമായി തന്നെ ഭഗവാൻ പറഞ്ഞു. ഇനി ആസുരത്തെ പറ്റിയും ഭഗവാൻ വിസ്തരിച്ച് പറയാൻ പോകുന്നു. ഈ അധ്യായത്തിൻ്റെ അവസാനം വരെ ആസുരപ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം അതിനെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അത് വർജിക്കേണ്ടതാണ് എന്ന് നമുക്ക് തീർത്തും ബോധ്യപ്പെട്ട് കിട്ടുന്നത്. ദുരാചാരികളുടെ ദയനീയമായ നിലയെക്കുറിച്ച് വിവരിക്കുന്ന 7-ാമത്തെ ശ്ലോകം നോക്കാം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ആസുരാഃ അസുരപ്രകൃതികളായ ജനാഃ ജനങ്ങൾ, പ്രവൃത്തിം ച പ്രവൃത്തിയെയും നിവൃത്തിം ച നിവൃത്തിയെയും ന വിദുഹു അറിയുന്നില്ല, തേഷു അവരിൽ, അതായത് ആസുരപ്രകൃതികളിൽ, ശൗചം ച ന ശൗചവുമില്ല, സത്യം ച ന സത്യവുമില്ല, ആചാരഃ അപി ആചാരം പോലും ന വിദ്യതേ ഉണ്ടാകുകയില്ല. ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്നൊന്നും ആസുരജനങ്ങൾക്ക് അറിയില്ല. അവരിൽ ശുചിത്വമോ സദാചാരമോ സത്യനിഷ്ഠയോ ഒന്നും കാണുകയുമില്ല. ധർമ്മത്തിലുള്ള പ്രവൃത്തിയും അധർമ്മത്തിൽ നിന്നുള്ള നിവൃത്തിയും ശാസ്ത്രം നമ്മളെ ബോധിപ്പിച്ചു തരുന്നുണ്ട്. സത്യം വദ ധർമ്മം ചര എന്ന് വേദം നിഷ്കർഷിക്കുന്നു. ഏതൊന്നാണോ പുരുഷാർത്ഥപ്രാപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ് പ്രവൃത്തി. ഏതൊക്കെയാണ് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് അവയൊക്കെ ഉപേക്ഷിക്കേണ്ടതുമാണ്. അതിനെ നിവൃത്തി എന്നും പറയും. ആസുരപ്രകൃതികളായ ജനങ്ങൾക്ക് ഇത് 2ഉം തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് മാത്രവുമല്ല,
അവർക്ക് ശുചിത്വമോ സദാചാരമോ സത്യസന്ധതയോ ഒന്നും ഉണ്ടാവില്ല. ദുരാചാരന്മാരും കളവു പറയുന്നവരും വൃത്തിഹീനന്മാരും മായാവികളും എല്ലാം ഇവരിൽ പെടുന്നു. വീണ്ടും അവരെക്കുറിച്ച് പറയുന്നു അടുത്ത ശ്ലോകത്തിലും. 8-ാമത്തെ ശ്ലോകം. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതുകം. തേ അവർ, ആസുരപ്രകൃതികൾ, ജഗത്ത് ലോകത്തെ അല്ലെങ്കിൽ ഈ സ്ഥൂല പ്രപഞ്ചത്തെ, അസത്യം അസത്യമയവും കൃത്രിമവും, അപ്രതിഷ്ഠം അടിസ്ഥാനമൊന്നുമില്ലാത്തതും, അനീശ്വരം ഈശ്വരനില്ലാത്തതും, അപരസ്പര സംഭൂതം അന്യോന്യ സഹായമില്ലാത്തതും, കാമഹൈതുകം ആഗ്രഹം കാരണമായുള്ളതുമാണ്. കിം അന്യത് വേറെ എന്താണ്, ഇതി ആഹു ഇങ്ങനെ പറയുന്നു. ഈ ലോകം അസത്യമാണ്, കള്ളം നിറഞ്ഞതാണ്, അതിനൊരാധാരമില്ല, നിയാമകനുമില്ല, കാമവികാരം കൊണ്ട് അന്യോന്യം ചേർന്ന് ഉണ്ടായവയാണ് ഇവയൊക്കെയും, അല്ലാതെ മറ്റെന്തുണ്ട് എന്നും അവർ വാദിക്കുന്നു. ഇവരുടെ വീക്ഷണം തനി ഭൗതികമായിരിക്കും. അവർ തങ്ങളുടെ പരിമിത ബുദ്ധിയുടെ നിലവാരത്തിൽ ലോകത്തെ കാണുന്നു. പ്രപഞ്ചത്തിന് ആധാരമായ സത്യത്തെ അവർ കാണുന്നില്ല. നിത്യവും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് പിന്നിലെ ശാശ്വതവും പരിണാമരഹിതവുമായ അധിഷ്ഠാനത്തെ, പരമ്പൊരുളിനെ അവർ അംഗീകരിക്കുന്നുമില്ല. പഞ്ചഭൂതങ്ങൾ തമ്മിൽ ചേർന്നുണ്ടായതാണ് ഈ ജഗത്തെന്നും അതിനൊരു നിയാമകൻ്റെ ആവശ്യമില്ലെന്നും അവർ കരുതുന്നു. കാമവികാരം കൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്നുണ്ടായതാണ് സർവ്വജീവജാലങ്ങളും. എല്ലാം സംഭവിക്കുന്നത് കാമം മൂലമാണ്. കാമമല്ലാതെ ഈ ജഗത്തിന് മറ്റൊരു ഹേതുവുമില്ല എന്നെല്ലാം ഇവർ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണം വരെ കഴിയുന്നത്ര സുഖിക്കുക എന്നല്ലാതെ ധർമ്മത്തിൽ പ്രവർത്തിക്കുക, അധർമ്മത്തിൽ നിന്നും വിരമിക്കുക എന്നൊന്നും അവർ ചിന്തിക്കുന്നതേയില്ല. ഹരി ഓം തത്സത്.